ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ 41 വരെയും തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. യേശു ഒരു അന്ധയാചകനെ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ മുഖ്യ പ്രമേയം. അതിൻ്റെ മുമ്പും പിമ്പുമൊക്കെ നടക്കുന്ന ചില നാടകീയ രംഗങ്ങൾ ചേർത്ത് വെച്ച് ഈ അധ്യായം നമ്മളെ ഏറെ ചിന്തിപ്പിക്കാൻ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പ്രേരിപ്പിക്കുകയാണ്. അന്ധയാചകനെ കണ്ട് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റബി, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ കുറ്റം കൊണ്ടോ അതോ അവൻ്റെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടോ? സമൂഹത്തിലെ രോഗങ്ങളും അസ്വസ്ഥതകളും കടബാധ്യതകളും പ്രശ്നങ്ങളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മുജ്ജന്മ പാപം കൊണ്ടാണെന്നും അല്ലെങ്കിൽ ഇവൻ തന്നെ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് എന്നും കരുതുന്ന ഒരു ചിന്താധാര അന്നും ഇന്നും എല്ലാ കാലത്തും ജനങ്ങളുടെ ഇടയിലുണ്ട്. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ കാണുന്ന സകല തിന്മകൾക്കും അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ദുശ്ചെയ്തിയുടെ കാരണം കണ്ടുവെക്കാൻ സമൂഹം ഇന്ന് വളരെയേറെ വ്യഗ്രത കാണിക്കുന്നുണ്ട്. അന്നത്തേതുപോലെ തന്നെ ഇന്ന് ഈശോ കൊടുക്കുന്ന ഉത്തരം ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ കുറ്റം കൊണ്ടല്ല, ദൈവമഹത്വം ഇവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, എത്രയോ ശ്ലാഘനീയമായ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈശോ നടത്തുന്നത്. അന്ധനെ ഈശോ സുഖപ്പെടുത്തി അവന് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ തയ്യാറായിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു രോഗത്തിൻ്റെ പിന്നിൽ, ഒരു തിന്മയുടെ പിന്നിൽ, തെറ്റായ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സാധ്യത ദൈവം പൊരുത്തി വെക്കുക. പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നു, അനിഷ്ട സംഭവങ്ങൾ പലതും കാണുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം തൊട്ടറിഞ്ഞ് കടന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യം. ഇക്കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ വലിയ മേഘസ്ഫോടനവും പ്രളയവും ഉണ്ടായപ്പോൾ കുത്തിയൊലിച്ചു വന്ന വെള്ളം ഒരു വീടിൻ്റെ തിണ്ണയിൽക്കൂടെ കയറി ഒഴുകുന്നു. തുറന്നു വന്ന മലവെള്ളപ്പാച്ചിൽ ഒരല്പം റൂട്ട് മാറിപ്പോയപ്പോൾ ആ ഒരു ഭവനം മറ്റു ഭവനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട്, ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഭവനത്തിന് ഒരു അപകടവും പറ്റാതെ അത് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഭവനത്തിലുള്ളവരൊക്കെ മരണത്തിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ഒരു നിമിഷാർത്ഥത്തിൻ്റെ ദൈവപരിപാലനമുണ്ടാണ്. അപകടങ്ങളും ആപത്തുകളുമൊക്കെ സംഭവിക്കുമ്പോൾ ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരുപാട് ജന്മങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന്, അവൻ എന്നിലെ മഹത്വം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മഹത്വത്തിന് ഇണങ്ങുന്ന ഒരു ജീവിതം നയിക്കുന്നവനാകാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണമെന്നത് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം അന്ധയാചകനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ അന്ധയാചകൻ ഈശോയോട് വന്ന് തനിക്ക് സൗഖ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് വചനം പറയുന്നില്ല. പക്ഷെ അവൻ്റെ അവസ്ഥ കണ്ട് അവൻ്റെ ശിഷ്യന്മാരുടെ ഒരു ചെറിയ റെക്കമെൻഡേഷനും കൂടെ കിട്ടിയപ്പോൾ ഈശോ വളരെ പോസിറ്റീവായിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. പക്ഷെ നോക്കുക, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഇതിനു മുമ്പ് പ്രകടിപ്പിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക ശൈലിയിലാണ് യേശു അവൻ്റെ രോഗം മാറ്റുന്നത്. അവൻ നിലത്ത് തുപ്പിയിട്ട് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളിയെടുത്ത് ഇവൻ്റെ കണ്ണിൽ പുരട്ടുന്നു.
സിലോഹ കുളത്തിൽ കഴുകാൻ പറയുന്നു. അവൻ്റെ കണ്ണിൽ തൊട്ടിട്ട് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറയുന്ന ഈശോ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ത്? ഒന്ന്, തുപ്പലിനെ ഒക്കെ വളരെ നെഗറ്റീവായിട്ട്, പരിഹാസത്തിൻ്റെ, അപമാനത്തിൻ്റെ ചിഹ്നമായിട്ട് കരുതുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ട്. സലവയ്ക്ക് ആയുർവേദിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന, മെഡിക്കൽ പവറുണ്ട് എന്നൊക്കെ പറയുന്ന മറ്റൊരു ചിന്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ ഈ ചെളിയിൽ നിലത്ത് തുപ്പിയുണ്ടാക്കിയ മണ്ണിൽ പുരട്ടിയെടുത്ത് ചെളി കൊണ്ട് അവൻ്റെ കണ്ണിൽ പുരട്ടുമ്പോൾ അവൻ അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുക. സിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ അവൻ കഴുകാൻ വേണ്ടിയിട്ട് പോവുക. അവന് ഒരു സംശയമില്ല, അവന് ഒരു അങ്കലാപ്പുമില്ല, ആകുലതയുമില്ല. എന്നെ തൊടുന്നവൻ ഏതോ വലിയ മനുഷ്യനാണെന്ന് ഉള്ള ഒരു ധാരണ അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മൾ ഈ അന്ധയാചകനെ പോലെയുള്ള ഒരു വിട്ടുകൊടുക്കലിന് തയ്യാറാകണം. ഞാനൊന്നുമല്ലെന്നും എനിക്കൊന്നും ഇല്ലെന്നുമുള്ള തിരിച്ചറിവ് ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ നിമിഷാർത്ഥത്തിലും ആവശ്യം. ആ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് നാന്ദി കൊടുക്കേണ്ടത്. തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടാനും ചെറുതാകാനും തയ്യാറാകുമ്പോൾ ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വിവാദത്തിൻ്റെ ഒരു പരമ്പരയാണ്. ഈ അന്ധയാചകനെ സുഖപ്പെടുത്തിയ യേശുവിനെ കുറിച്ച്, യേശു ആരാണെന്നറിയാമോ, അവൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ, അവൻ്റെ കുടുംബമഹിമ എന്തെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഈ അന്ധയാചകനെ വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്ന ഫരിസേയ, നിയമജ്ഞ പ്രമാണിമാരെ, ജനപ്രമാണിമാരെ, യഹൂദ പൗരോഹിതരെയൊക്കെ നമ്മൾ കാണുക. യേശുവിനെ ഒരു രക്ഷകനായിട്ടോ ഒരു പ്രവാചകനായിട്ട് പോലും ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന ഫരിസേയ പക്ഷം അവരെന്തോരെ ശ്രമിക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ അന്ധത മാറ്റിയവന് ആരാണ് എന്നും അത് അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നൊന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ആ മനുഷ്യനെ അല്ല എന്ന് പോലും പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് അവരിൽ പലരും. ഒരു മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കുമ്പം ആ മാതാപിതാക്കൾ പോലും ഈ ടെൻഷൻ്റെ ഭാഗമായി തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഞങ്ങളുടെ മകനാണ് എന്നറിയാം, ഇവൻ അന്ധനായിരുന്നു എന്നറിയാം, പക്ഷെ ഇവനിപ്പോൾ സൗഖ്യം കിട്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ അന്ധയാചകൻ പോലും തിരിച്ചറിയുന്നില്ല യേശുവിനെ. ഈ കഴുകാൻ പറഞ്ഞു, അവൻ കഴുകാൻ പോയി. ഈശോ അവൻ തിരിച്ചു വരുന്നൊന്നും കാത്തു നിന്നില്ല. ഈശോയുടെ വഴിക്ക് പോകുന്നു, അവൻ അവൻ്റെ വഴിക്ക് പോകുന്നു. ഇവരൊരു പുനഃസമാഗമം, അതാണല്ലോ ഈ അവസാനത്തെ തിരുവചന ഭാഗത്ത് പറഞ്ഞിരിക്കുക. ഞാൻ അവനിൽ വിശ്വസിക്കാൻ അവൻ ആരാണ്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുവോളം അവന് യേശുവിലുള്ള വിശ്വാസമോ യേശുവിൻ്റെ അത്ഭുത സിദ്ധിയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചോ യാതൊന്നും പറയാനില്ല എന്നതാണ് സത്യം. പക്ഷെ അവനാണ് എനിക്ക് സൗഖ്യം നൽകിയത് എന്ന്, അവനാണ് ഇന്നത്തെ എൻ്റെ അന്ധത മാറ്റി എൻ്റെ ജീവിതത്തിന് അർത്ഥം പകർന്നത് എന്ന് തിരിച്ചറിയാൻ അവന് സാധിച്ചപ്പോൾ അവൻ വലിയവനായിട്ട് മാറുക. അവൻ ഈശോയെ പുകഴ്ത്തിക്കൊണ്ട് അവനെ അനുധാവനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അവൻ്റെ നാമത്തിന് മഹത്വം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കാട്ടിത്തന്നിട്ടുള്ള, ദൈവം പ്രവർത്തിച്ചിട്ടുള്ള, ദൈവം ഇടപെട്ടിട്ടുള്ള അത്ഭുതകരമായ എന്തോരെ സാധ്യതകളുണ്ട്, എന്തോരെ നിമിഷങ്ങളുണ്ട്. എത്രയെത്ര കഥകൾ പറയാൻ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യർക്കും സാധിക്കും. കുടിയേറ്റ ഗ്രാമങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എത്രമാത്രം നമ്മൾ അനുഭവിച്ചു. നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥരുടെ മധ്യസ്ഥം വഴിയായിട്ട് ദൈവസന്നിധിയിൽ കൈപിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട്.
ഇത് ചെയ്തു തന്നത് എൻ്റെ ദൈവമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ, അവൻ്റെ മുമ്പിൽ ഞാൻ ചെറുതാകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ദൈവത്തിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അന്ധയാചകനിൽ പടിപടിയായിട്ടുണ്ടാകുന്ന ഈ മാറ്റത്തിൻ്റെ ഫലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ആത്മീയ അന്ധത, അതാണ് യേശുനാഥൻ നമ്മളിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് ആഗ്രഹിക്കുന്നത്. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്ത അവസ്ഥ, ചെവിയുണ്ടായിട്ടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, ഹൃദയമുണ്ടായിട്ടും ഗ്രഹിക്കാനാവാത്ത അവസ്ഥ. ഈ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് പോലും നമുക്ക് സംശയമായി, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ പോലും നമ്മൾ വല്ലാണ്ട് ഭയപ്പാടോടെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോടെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിറവോടെ അവൻ്റെ സാന്നിധ്യത്തിന് വില കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രാതാവ് എന്ന തിരിച്ചറിവോടുകൂടി അവനിൽ ആശ്രയം വയ്ക്കാൻ, അവൻ്റെ കൃപയോട് ചേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.